ഈ ശശിയാകട്ടെ കൃത്യമായി ഈ നുണയാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ അങ്ങ് രാവിലെ പറഞ്ഞത് നവീൻ ബാബു പി ശശി ഈ നിലയിൽ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട് എന്ന് നവീൻ ബാബു തന്റെ അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു എന്നാണ്. അതിന് കൃത്യമായി തെളിവുണ്ടോ? ഇതൊക്കെ തെളിവ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും, അല്ല വെറുതെ പറയാൻ പറ്റുമോ? ഞാൻ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ഇപ്പം പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ണൂരിലെ ഒരു ADM-നോട് ജീവിതത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്ക് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസ് രേഖകളൊന്നും എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ആ വിളിച്ചത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, വിളിച്ചിരിക്കണമല്ലോ. ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേരെ താഴെ പൊസിഷനിൽ നിന്ന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു എന്താ പറയുക ഉദ്യോഗസ്ഥൻ, സർക്കാർ ശമ്പളം കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി പറയാണ് ഞാൻ ഈ കണ്ണൂർ ADM-ഉമായിട്ട് ഈ കാലം വരെ സംസാരിച്ചിട്ട് പോലുമില്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നേ, അത്രേ ഇതിനെ കാണേണ്ടതുള്ളൂ. ഈ കേസുകൾ എങ്ങനെയാണ് കാണുന്നത്? കേസുകൾ ഇനിയും വരും, നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് PCCയുടെ പോസ്റ്റിൽ കാണുന്നത്. അല്ല, ആൾറെഡി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഇതിൻ്റെ ബിനാമിയാണ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ആൾറെഡി അദ്ദേഹം നോട്ടീസ് അയച്ചു കഴിഞ്ഞല്ലോ. അത് വരട്ടെന്ന് 16ഓളം കേസുകൾ ഇപ്പോൾ പല സ്ഥലത്തായിട്ട് FIR ഇട്ടിട്ടുണ്ട്. ശശിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന കേസിന് പരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ നാട്ടുകാരെയൊക്കെ വെച്ചിട്ട് പലതരത്തിലുള്ള ഡിഫമേഷൻ, ഭീഷണി, അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കേസുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ഒരു SP-ക്ക് PV അൻവർ MLA-ൻ്റെ പേരിൽ ഒരു FIR ഇടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാതിരിക്കാൻ കഴിയുമോ? നവീൻ ബാബുവിന്റെ മരണത്തിന് ബന്ധമുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ ഉണ്ടെന്ന് തന്നെ പറയുന്നത്. അത് ഇല്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ പോസ്റ്റ്മോർട്ടം